എനിക്ക് തോന്നുന്നു AV ഉസ്താദ് തന്നെ പറഞ്ഞതോ എഴുതിയതോ ഈ ബോംബെയിൽ പോകുന്ന സമയത്ത് മതിലിനപ്പുറത്ത് നിന്നൊരു സലാം കേട്ടു. അങ്ങനെ വണ്ടി ഡ്രൈവറോട് പറഞ്ഞു, നിർത്തി. തിരികെ വന്നു. പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ഖബറുണ്ടായിരുന്നു, ആരും ശ്രദ്ധിക്കാത്ത. പക്ഷേ അത് വലിയൊരു ഖബറിനകത്ത് ജീവിക്കുന്ന ആളാണെന്ന് ശംസുൽ ഉലമ അവരോട് പറയുകയും അതൊക്കെ പരസ്പരം ഒരു വലിയ മഹാത്മ്യത്തെ മനസ്സിലാക്കുവാനുള്ള മഹാത്മ്യം ഉൾവഹിച്ച് ജീവിച്ച ആളായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് പൊതുവേ ഇന്നത്തെ ഒരു സാങ്കേതിക പദപ്രയോഗങ്ങൾ അനുസരിച്ചുകൊണ്ട് അതൊക്കെ അസാധാരണമായ സംഭവങ്ങളാണ്. അസാധാരണമെന്ത്, സാധാരണമെന്ത്, അഭൗതികമെന്ത്, ഭൗതികമെന്ത്, അതിൻ്റെ ഒരു നിർവചനപരമായ വ്യത്യാസമല്ല ഇവിടെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ആപേക്ഷികങ്ങളായ കാര്യങ്ങളാണ്. ഭൗതികം അഭൗതികമൊക്കെ ആപേക്ഷികമാണ്. പക്ഷേ ഈ മരണപ്പെട്ട ആളുകളുമായി സമ്പർക്കപ്പെടാൻ പറ്റില്ല എന്നൊക്കെയാണല്ലോ പൊതുവെയുള്ള നേരത്തെ ഇവിടെ സത്താർക്ക് വിശദീകരിച്ച ആളുകളുടെയൊക്കെ അവകാശവാദം. പക്ഷേ ഏറ്റവും പുതിയ ചില നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നിങ്ങളൊരു വലിയൊരു പ്രസംഗം ഒരുപക്ഷെ ഇവിടെ പ്രതീക്ഷിക്കരുത്. നമുക്കിതൊന്ന് ആലോചിച്ച് ആശ്ചര്യപ്പെട്ടു പോകാം. ഒരു പുതിയ ശാസ്ത്രശാഖയാണ് ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നതിന് പറയുക. തനാട്ടോളജി എന്നാണ് അതിൻ്റെ ഒരു സാങ്കേതിക പദം. മരണസംബന്ധ ശാസ്ത്രം എന്ന് പറയും. എങ്ങനെയാണ് ഒരാൾ മരണപ്പെടുന്നത് എന്ന് വിശദീകരിക്കുന്ന ശാസ്ത്രശാഖയാണ്. അതിൽ നൂറുകണക്കിന് അതിന് സയൻറ്റിസ്റ്റുകളുടെ പുസ്തകങ്ങളുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മരണമുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. അല്ലാഹു ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ എന്നൊക്കെ ബുഖാരിയിൽ ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന, ഡോക്ടർമാരൊക്കെ മരിക്കുമെന്ന് ഉറപ്പിച്ച് തിരിച്ചു വന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ അനുഭവം പുസ്തകങ്ങളായും മറ്റും എഴുതുന്ന ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപം ലോകത്ത് ഘട്ടം ഘട്ടമായി നിലവിൽ വന്നു. സ്വാഭാവികമായി അത് ഈ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ഇത്തരം ശാസ്ത്രാവബോധമുള്ള സമൂഹത്തിനിടയിൽ ചർച്ചയാവുകയും അതേക്കുറിച്ച് പഠിക്കുന്ന ഒരു വിജ്ഞാനശാഖ ക്രമേണ വികസിച്ച് വരികയും ചെയ്തു. ഇന്ന് അത് അറിയപ്പെടുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സയൻസാണ്. ധാരാളം പ്രമുഖന്മാരായ നൂറുകണക്കിന് ആളുകൾ അതിലുണ്ട്. അപ്പം ഞാനതിൻ്റെ ഒരു അത്ഭുതം പറയാം. അപ്പോൾ ഇത് ഇസ്ലാമികമായൊരു നറേറ്റീവൊന്നും അല്ല. പക്ഷെ അവർ സയൻറ്റിഫിക്കലി പ്രൂവണായ ചില കാര്യങ്ങൾ. മരിക്കുന്ന സമയത്ത് ഭയങ്കര ഓർമ്മയായിരിക്കും. ഇപ്പോൾ അൾഷിമേഴ്സ് പിടിച്ച ഒരാൾ മരിക്കുകയാണെങ്കിലും മറവി രോഗം പിടിച്ച ഒരാൾ മരിക്കുകയാണെങ്കിലും സക്കറാത്തിലാവുന്നതോടുകൂടെ അതുവരെ മറന്നു പോയതൊക്കെ ഓർമ്മയാകും. കണ്ണ് കാണാത്ത ഒരു മനുഷ്യനാണ്, അന്ധനാണ്. പക്ഷേ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പെത്തിയാൽ അയാൾക്ക് ശക്തമായ കാഴ്ചശക്തി ഉണ്ടാകും. മരണപ്പെടുന്ന ആളുകൾക്ക് തൻ്റെ മുമ്പിലിരിക്കുന്നവരുമായിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റിലും സങ്കടത്തോടെ കരയുകയോ ശുശ്രൂഷിക്കുകയോ കുടിക്കാൻ വെള്ളം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ബന്ധം മരണപ്പെട്ടവരിൽ നിന്ന് പ്രിയപ്പെട്ടവരോടായിരിക്കും. അവരുമായി സംസാരിക്കും. ഇത് പറഞ്ഞു പോകുമ്പോൾ കുറേയുണ്ട്. ഇത് കൂടുതൽ പഠിക്കണമെന്നുള്ളവർക്ക് അതിൻ്റെ പുസ്തകം PDF ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് തരാം. സയൻസിൻ്റെ ലോകം അംഗീകരിച്ചതാണ്. അവരിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം അവരെഴുതിയതൊന്ന് വായിക്കാം. ഇതൊരു വരണ്ട ചർച്ച പെട്ടെന്നാകും, അത് പിന്നെ നമുക്ക് മറികടന്ന് പോകാം. These characteristics include a perception of seeing and hearing apart from the physical body. മരിക്കുന്നയാൾ ശരീരത്തിൻ്റെ അപ്പുറത്തുള്ള പലതും കേൾക്കുന്നു, കാണുന്നു. പാസിംഗ് ഇൻ ടു ഓർ ത്രൂ എ ടണൽ, വലിയൊരു തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് പോലെയായിരിക്കും മരിക്കുന്നയാൾക്ക് അനുഭവിക്കാൻ കഴിയുക.
എൻകൗണ്ടറിങ് എ മിസ്റ്റിക്കൽ ലൈറ്റ്, ഒരു നിഗൂഢമായ വെളിച്ചം അയാളുടെ മുമ്പിൽ വരും. ഇൻറ്റൻസ് ആൻഡ് ജനറലി പോസിറ്റീവ് ഇമോഷൻസ്. പക്ഷേ എന്തോ ഒരു അഭൗതികമായ ഒരു നല്ല ഊർജമാണ് അവിടെ പ്രസരിക്കപ്പെടുക. എ റിവ്യൂ ഓഫ് പാർട്ട് ഓഫ് ദെയർ പ്രിയർ ലൈഫ് എക്സ്പീരിയൻസസ്, എൻകൗണ്ടറിങ് ഡിസീസ്ഡ് ലവ് വൺസ് ആൻഡ് ചോയ്സ് ടു റിട്ടേൺ ടു ദെയർ ഏർത്ത്ലി ലൈഫ്. മൂഡിയാറെ ലൈഫ് മൂഡിയാറെ എന്ന് പറയുന്ന ഒരു ആളാണിത് എഴുതിയത്. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്നുള്ളതാണ് പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ചെറിയൊരു കഥയല്ലേ എന്ന് തോന്നും. പക്ഷേ ഈ പുസ്തകം ലോകത്ത് 14 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 14 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണത്. അതിൻ്റെ PDF വായിച്ചു നോക്കിയാൽ എനിക്ക് ഈ ഒരു വേദിയിൽ അത് അസാംഗത്യമാകും, അനുചിതമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാത്തത്. എന്നിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അവർ മൊത്തത്തിൽ അതിൻ്റെ ഒരു നെത്തീജ, ഒരു കൺക്ലൂഷൻ പറയുന്നത്, മരിക്കുന്ന ആളുടെ അനുഭവം ലൂസിഡ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് വൈൽ അൺകോൺഷ്യസ്, കോമാറ്റോസ് ഓർ ക്ലിനിക്കലി ഡെഡ്. പുറമേ നിന്ന് ഡോക്ടർമാരുടെ കണ്ണിൽ ക്ലിനിക്കലി ഡെഡ്, ആൾ മരിച്ചിട്ടുണ്ടാകും. നമ്മളോട് പറയില്ല ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ പ്രതീക്ഷയിൽ, അല്ലെ കൊമാറ്റോസ്, കൃത്രിമ വെന്റിലേഷൻ കൊണ്ട് ശ്വാസം കഴിയുന്നുണ്ടാകും, ആള് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നുള്ളതായിരിക്കും മെഡിക്കൽ സയൻസിൻ്റെ ഒരു തീർപ്പ്. അല്ലെങ്കിൽ വൈൽ അൺകോൺഷ്യസ്, നമ്മൾ ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്, ഉപ്പ എന്ന് വിളിക്കുന്നുണ്ട്, ഉപ്പാപ്പ എന്ന് വിളിക്കുന്നുണ്ട്, ഒരു മാറ്റവും ഇല്ല, ബോധമില്ല. അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷത്തിലെങ്കിലും ലൂസിഡ് ഓർഗനൈസ്ഡ് എക്സ്പീരിയൻസസ് ആൻഡ് കോൺഷ്യസ്നസ്. അവർക്ക് നല്ല ബോധം ഉണ്ടാകും, അവർ ഈ വിളി കേൾക്കുന്നുണ്ടാകും, പക്ഷെ അവർ പലതും കാണുകയാണ്. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് ഇരട്ടി സമയം കളയുന്നില്ല, മലയാളം മാത്രം. അതിൻ്റെ അർത്ഥം, ജന്മനാ കാഴ്ച ഇല്ലാത്തവരിലും കാഴ്ച കുറഞ്ഞവരിലും നടത്തിയ പഠനം അനുസരിച്ചുകൊണ്ട് മരിക്കുന്ന സമയം അവർക്ക് കാണാൻ പറ്റും. നോർമൽ കാഴ്ചയുള്ള ആളുകൾക്കും മരിക്കുന്ന സമയത്ത് അത്ഭുതകരമായ കാഴ്ചയായിരിക്കും. ഇനിയോ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റിലുമുള്ള ആളുകളെക്കാൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടവരെയായിരിക്കും. അവിടെയാണ് നമ്മുടെ അക്കീദക്കൊക്കെ വലിയ പ്രസക്തിയുള്ളത്. നോക്കൂ, ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത്, കണ്ണ് കാണാത്തവർക്കും വലിയ കാഴ്ച, കാഴ്ച കുറഞ്ഞവർക്കും വലിയ കാഴ്ച. മരിക്കുന്ന നേരത്തെ കാഴ്ചയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇത്രകാലം നീ ഇതൊന്നും ശ്രദ്ധിക്കാതെ തേരാപ്പാര നടന്നു. പക്ഷേ മരിക്കുന്ന അവസരത്തിലോ ഫകശഫ്ന അൻക ഗിതാഅക്, ഭൗതികമായ കാര്യകാരണങ്ങളുടെ ഒരു മൂടുപടമുണ്ടായിരുന്നു നിന്റെ മുമ്പിൽ. ആ മൂടുപടം നമ്മളങ്ങ് നീക്കി. അത് നീക്കിയതോടുകൂടെയോ നിന്റെ കാഴ്ച, കണ്ണിന് അത്ഭുതകരമായ കാഴ്ചകൾ. ഫബസറുകൽ യൗമ ഹദീദ്, നീ ഇന്ന് ഇരുമ്പിൻ്റെ മൂർച്ചയിലാണല്ലോ കാണുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു മറയാണിത്. ഈ മറ നീങ്ങിയാൽ നമ്മുടെ വിശ്വാസം അതല്ലേ, ദൂരങ്ങൾ കാണാം, അർശ് വരെ ഭൂമിയിൽ നിന്ന് നോക്കി വായിച്ചു എന്നൊക്കെ ഖസസുൽ ഔലിയയിൽ നമ്മുടെ അഖീദയാണ്. മറഞ്ഞത് കേൾക്കാം. മദീനയിലെ മിമ്പറിൽ നിന്ന് നഹാവന്തിലെ പേർഷ്യയിലെ ഇറാനിലെ സൈന്യത്തിന് യാസാരിയാൽ ജബൽ, മലയുടെ പിറകിലതാ എതിരാളികൾ എന്ന് താക്കീത് ചെയ്യാൻ ഖലീഫ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചതെങ്ങനെയാ? ഈ ഭാഷയിൽ, വകശഫ്ന അൻക ഗിതാഅക്, മരണത്തിൻ്റെ സമയത്തല്ല. പക്ഷേ അങ്ങനെ ഒരു മൂടി നീങ്ങിയാൽ, ഒരു മറ നീങ്ങിയാൽ, ഒരു തടസ്സം നീങ്ങിയാൽ, ഒരു അബ്രവാളി ഇല്ലാതായാൽ എവിടെയും കാണാൻ പറ്റും. അതിൻ്റെ ബാക്കി കുറേ ഉണ്ട്. കാര്യം പറയുന്നു, മതത്തെക്കുറിച്ചോ ദീനിനെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചൊന്നും അതിനു മുമ്പ് കേൾക്കുക പോലും ചെയ്യാത്ത 7 വയസ്സിനും 5 വയസ്സിനും മുമ്പുള്ള കുട്ടികൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസുമായി പിന്നീട് തിരിച്ചു വന്നവരിൽ നിന്ന് നടത്തി 23-ലേറെ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ട പുസ്തകങ്ങൾ. അതിൽ ആ കുട്ടികൾക്കും ഈ പറഞ്ഞതുപോലെയുള്ള അനുഭവമുണ്ട്. മരണം എല്ലാവർക്കും ഒരേ അസറായിലോ അല്ലെങ്കിൽ അസറായിലിൻ്റെ സംഘമോ അവരെ കണ്ടുകൊണ്ടുള്ള അനുഭവമാകും. അപ്പം അവർ ഈ ടണലിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് പോലെ. എന്നിട്ടോ നമ്മളെന്തിനാ ഒരു സഭ കൂടിയാൽ, ഒരു വേദി കൂടിയാൽ
ഇലാ ഹദറത്ത് റൂഹി ശംസുൽ ഉലമ എന്ന് പറയുന്നത്, അല്ലെ മറ്റു ആളുകൾക്ക് ഫാത്തിഹ ഹദിയ ചെയ്യുന്നത് എന്തിനാ? അത് മരണത്തിൻ്റെ വേളയിൽ അവർ നമ്മളെ സഹായിക്കാനാണ്. അതല്ലേ നമ്മുടെ വിശ്വാസം. അല്ലെങ്കിലും സയൻസിൻ്റെ അഭിപ്രായത്തിലും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടാണ് ഹാർട്ട് ഡെത്ത് സംഭവിക്കുക. ഈ അവയവദാനത്തിൻ്റെയൊക്കെ മസാല നമ്മൾ ശ്രദ്ധിക്കുന്നവരല്ലേ. കോമേ സ്റ്റേജിലായവരുടെ അവയവദാനം പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി നടക്കുന്നുണ്ട്. 1-2 അതിൻ്റെ സിറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മൈത്രയിലെയും അതേപോലെ പ്രധാന ആശുപത്രികളിലെയും മുസ്ലിം ഡോക്ടർമാർ കൂടിച്ചേർന്നുകൊണ്ട് എല്ലാ വിഭാഗം പണ്ഡിതന്മാരെയും അണിനിരത്തുന്ന 1-2 സിറ്റിങ്ങുകൾ അനൗദ്യോഗികമാണ്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്നത് കോമേ സ്റ്റേജിലായ ആളുകളുടെ അവയവം കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഒരിക്കലും ഇറങ്ങി സംസാരിക്കുകയല്ല. പക്ഷേ മെഡിക്കൽ സയൻസ് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷമാണ് തലച്ചോറ്, ബോധം, ഓർമ്മ മരിച്ചതിന് ശേഷമാണ് ശ്വാസം നിലക്കുക, അല്ലെങ്കിൽ BP ഡൗണായി 0-ലെത്തുക, മെഡിക്കൽ സയൻസ് മരിച്ചു എന്ന് കൺഫർമേഷൻ ചെയ്യുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് വരികയാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം വെറുതെ പറയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരുപാട് അർത്ഥസാധ്യതകൾ ഉണ്ടാകുമല്ലോ. ഈ ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, എന്നിട്ട് ഫകശഫ്ന അൻക ഗിതാഅക്, എന്നിട്ട് നിന്റെ മുമ്പിലുള്ള മൂടി നാം നീക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞെത്തിയത്, അങ്ങനെ ഈ ബ്രെയിൻ ഡെത്ത് ഒരാൾക്ക് സംഭവിച്ചാൽ നമ്മൾ കേട്ടതും പഠിച്ചതൊക്കെ മറന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കില്ല ഒരുപക്ഷെ ഈ ലഖിനു മൗതാക്കും കൗല ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം തന്നെ സ്വമേധയാ ഇയാൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇയാളൊരു പാരാസ്പേസിലാണ്. ദുനിയാവെന്ന് പോയി, ദുനിയാവിൻ്റെ സ്വാഭാവികതയിൽ നിന്ന് പോയി, കാര്യകാരണ ബന്ധങ്ങളുടെ അധീനതയിൽ നിന്ന് പോയി. എന്നാൽ മരണപ്പെട്ടിട്ടില്ല താനും. ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നാം, സക്കറാത്ത് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അതൊരു നിമിഷമാകാം, ഒരു നിമിഷാംശമാകാം, മൈക്രോ സെക്കൻഡുകളാകാം, ദിവസങ്ങളാകാം, മാസങ്ങളാകാം, കൊല്ലങ്ങളാകാം, പതിറ്റാണ്ടുകളാകാം. മരിക്കുന്നതിൻ്റെ അവസാനത്തെ 1 മണിക്കൂറിൻ്റെ പേരല്ല സക്കറാത്ത്. ചിലപ്പോൾ പതിറ്റാണ്ടുകൾ സക്കറാത്തായിരിക്കും. ഈ മരണപ്പെടുന്ന കക്ഷിക്ക് അറിയില്ല ഞാൻ സക്കറാത്തിലാണെന്ന്. അപ്പോൾ ആ അവസരത്തിൽ ചിലപ്പോൾ ജീവിച്ചതിൻ്റെ ആദ്യകാലത്തെ സംഭവങ്ങളൊക്കെ ഓർക്കും, സ്വപ്നം കാണും, അവരുമായി അസാധാരണമായ അനുഭവങ്ങളുണ്ടാകും. ഇത്തരം വേളയിൽ ഈ മരണപ്പെടുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ ഇത്തരം മഹാത്മാക്കളായ ഔലിയാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, സച്ചരിതർക്ക് അല്ലാഹു മരണപ്പെട്ടതിന് ശേഷവും ജീവിതം നൽകിയ, റൂഹിയായി ജീവിതം നൽകിയ ആളുകൾ, ശുഹദാക്കൾ അതിൽപ്പെട്ടവരാണല്ലോ. മുറിവേറ്റ് ഷഹീദായ ആളുകൾ, യുദ്ധത്തിൽ ഷഹീദായ ആളുകൾ, അല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഷഹീദായ ആളുകൾ, അല്ലാഹു അത്തരത്തിൽ ഖബറിൽ ജീവനം നൽകിയ അല്ലാഹുവിൻ്റെ മഹാത്മാക്കളായ ആളുകൾ. അവർ ഭൗതിക ലോകത്ത് ഇടപെടും,
ഇടപെടുമ്പോൾ അവർ വന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ അഖീദ. ഈ അഖീദയെ, ഈ വിശ്വാസത്തെ പഴഞ്ചൻ എന്ന് പറഞ്ഞ ആളുകൾ, ഞാൻ അവരെ അഡ്രസ്സ് ചെയ്യുകയല്ല, പക്ഷേ ഇത് നടക്കില്ല, അത് അസാധ്യമായ സംഗതിയല്ലേ എന്ന് ഭൗതിക ലോകത്തെ നിയമങ്ങൾ നോക്കിയിട്ട് നമ്മളോട് പറയുകയും മുസ്ലിം സമുദായത്തോട് പറയുകയും അതല്ലേ ശാസ്ത്രീയമെന്ന് വിചാരിച്ച് ഇത്തരം നമ്മുടെ അഖീദയുടെ തന്നെ വിപുലമായ സാധ്യതകൾ അവഗണിക്കുകയും ചെയ്ത ആളുകൾ ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ, തെനാട്ടോളജി മുന്നോട്ട് വെക്കുന്ന പഠനങ്ങൾക്ക് മുമ്പിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ഞാൻ പറഞ്ഞല്ലോ 14 മില്യൺ വിറ്റഴിഞ്ഞ പുസ്തകം, 1 മില്യൺ വിറ്റഴിഞ്ഞ വേറെ പുസ്തകം, 10,000 വിറ്റഴിഞ്ഞ് കൊണ്ടുപോകുന്ന, കച്ചവടം നടന്നുകൊണ്ടേയിരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ. ഇതിനെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി തള്ളും? അല്ലെങ്കിലും ശാസ്ത്രമെന്ന് പറയുമ്പോൾ മുട്ടടിക്കുന്നവരല്ല, അത്ഭുതപ്പെടുന്നവരല്ല, കണ്ണ് മഞ്ഞളിക്കുന്നവരല്ല നാം. ഭൗതിക ലോകത്തെ ഏത് അത്ഭുതങ്ങൾ കാണുമ്പോഴും അത് അടയാളങ്ങളിൽ നിന്ന് അടിസ്ഥാനം മനസ്സിലാക്കാൻ അള്ളാഹു സംവിധാനിച്ച കലകൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ, വിശ്വാസികൾ. മാസാഗൽ ബസർ വമാ ത്വഗ എന്ന വിശുദ്ധ ഖുർആനിൽ അന്ത്യപ്രവാചക തിരുമേനി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് അത് ഇമ്മെറ്റീരിയലായ ഒരു ലോകത്തേക്കാണ് പ്രവാചകൻ മിഅ്റാജിൽ ആനയിക്കപ്പെട്ടത്. കാര്യകാരണ ബന്ധമില്ലാത്ത ലോകം, ഭൗതിക ലോകത്തിന്റെ അതിർത്തികൾ മാഞ്ഞുപോയ ലോകം, ജിബ്രീലിന്റെ കണ്ണെത്തിയിടത്ത് കാലെത്തിയ അതിൻ്റെയും അപ്പുറത്ത് നബി കടന്നുപോയ ലോകം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് എന്തൊക്കെയോ അജായിബുകൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു, വിസ്മയങ്ങൾ കണ്ടു, അതിർപ്പങ്ങളിലൂടെ ആനയിക്കപ്പെട്ടു. പക്ഷേ അതിനെ പുണ്യനബി അതിനെ സമീപിച്ചത്, അത് കണ്ടപ്പോൾ നബിയുടെ ഒരു മാനസിക ഭാവം വിശുദ്ധ ഖുർആൻ ആ നിമിഷമുദ്രയെ ഒപ്പിയെടുത്തതുപോലെ ഖുർആനിൽ കൊണ്ടുവന്നു. മാസാഗൽ ബസറു, ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് മുത്തുനബിയുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. ഇതെന്തോരം അത്ഭുതമാണ് എന്ന് അത്ഭുത പരതന്ത്രനായി അറ്റൻഷൻ തെറ്റിച്ച്, അപക്വത കാണിച്ച്, ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, തൊട്ടു നോക്കി, മണത്ത് നോക്കി ഒരു കുട്ടിത്തം നബി കാണിച്ചില്ലല്ലോ. വമാ ത്വഗ, പട്ടാള ചിട്ടയിൽ സൈനിക മേധാവിയുടെ ആ ഏകാഗ്രതയും തെറ്റിപ്പോയില്ലല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ. അത്ഭുതങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സതാണ്, ഇതിനേക്കാളും വലുത് അള്ളാഹുവിന് സാധിക്കണമല്ലോ എന്നായിരിക്കും വിചാരിക്കുക. അതേസമയം ഇവിടെയുള്ള നവീനാശയക്കാരോ, 2 ആഴ്ച മുമ്പ് മാതൃഭൂമിയിൽ ഒരു ലേഖനം വന്നു, വിമൽ കോട്ടക്കൽ. എന്താ ലേഖനത്തിന്റെ തലക്കെട്ട്? നമ്മളെങ്ങനെ നമ്മളായി. ഞാൻ ഈ വേദിയിൽ നിരീശ്വര നാസ്തികരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അതൊരു മതനവീനവാദികൾ ഉൾവഹിക്കുന്ന ഒരു സിൻഡ്രമാണത്, ഒരു ലോക ലക്ഷണമാണത്. എന്താ കാര്യം? കൂടുതൽ അത്ഭുതം കാണുന്നതിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഭൗതികവാദികളുടെ ഒരു രീതി. മനുഷ്യനുണ്ടായത് മുതലുള്ള നമ്മുടെ കാലം വരെയുള്ള ഏത് ഭൗതികവാദികളെ പരിശോധിച്ചാലും അവർ പൊതുവായി കൊണ്ടു നടക്കുന്ന ഒരു പ്രവണത ഏതാണോ അതത് സമയങ്ങളിൽ കൂടുതൽ അത്ഭുതങ്ങൾ കാണിക്കുന്നത് അതിനെ ആരാധിക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ വസ്തുനിഷ്ഠമായി കാര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ പ്രസിദ്ധമാണല്ലോ. ജയിലിൽ നിന്ന് അയച്ച കത്തുകൾ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ള പേരിലുള്ള പുസ്തകമാണ്, വായിക്കാൻ കിട്ടും. നെഹ്റു ഒരു സന്ദേഹവാദിയായിരുന്നു, നമ്മുടെ ഭാഷയിൽ ഒരു ലാഅദിരിയക്കാരനായിരുന്നു. അപ്പോൾ നെഹ്റു അതിൽ ഇന്ദിരയോട് പറയുന്നുണ്ട്, ഈ മതങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തോന്നലാണ് എന്ന് സ്ഥാപിക്കാനായി അദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവരുന്നു. പ്രാചീന മനുഷ്യന്മാർ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആദ്യം അവർ ഈ പച്ച മൃഗങ്ങളുടെ ഇറച്ചിയായിരുന്നു തിന്നിരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ അല്ല അവരുടെ അനുഭവത്തിൽ ഈ കാട്ടിൽ പാറയൊക്കെ പരസ്പരം കൂട്ടിമുട്ടി തീപിടുത്തമുണ്ടായി. അപ്പം ഈ തീപിടുത്തത്തിൽ ചില ജീവികൾ വെന്തുപോകും. ഈ വെന്ത ജീവികളെ തിന്നപ്പോൾ അതേവരെ വേവിക്കാതെ തിന്നിരുന്ന ആ സമയത്തുള്ളതിനേക്കാൾ രുചി ഇവർക്ക് തോന്നി. അപ്പം അവർ മനസ്സിലാക്കി ഇവരുടെ ജീവിതം ഇത്രയും സൗകര്യപ്പെടുത്തിയത് തീയാണല്ലോ.
അപ്പൊ അവർ അതിനെ ഒരു സിദ്ധാന്തമാക്കി അഗ്നിദേവനെ, സൂര്യനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സൗരാഷ്ട്ര മതം അല്ലെങ്കിൽ മജൂസിയത്ത് ഉണ്ടായത്. അങ്ങനെ കുറച്ചു കാലം അവരിങ്ങനെ അഗ്നിദേവനെ ആരാധിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെടുന്നനെ കാട്ടിൽ തീപിടുത്തം ഇല്ലാതായി മാറി. വെന്ത സാധനങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കുടിലുകളിലേക്ക് വെള്ളപ്പൊക്കമുണ്ടായി. അപ്പം അവർ മനസ്സിലാക്കി തീയേക്കാളും വലുത് വെള്ളമാണ്. അപ്പം അവർ അഗ്നിദേവനെ സെക്കൻഡ് ദൈവമാക്കി, ജലദേവതയെ ഒന്നാമത്തെ ദൈവമാക്കി. പിന്നെ അവർ ആലോചിച്ചു, ഇതെങ്ങനെയാണ് ഈ ജലം ഇവിടെ ഉണ്ടാകുന്നത്? അപ്പം അതിന് ഇടിയെടുക്കണം, മിന്നറിയണം, ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങൾ അതിന് അകമ്പടിയായി അല്ലെങ്കിൽ അതിന് മുന്നോടിയായി ഇവിടെ സംഭവിക്കണം. അപ്പം എന്താണോ അവരെ അത്ഭുതപ്പെടുത്തുന്നത് അതിനൊരു ദേവിയെ ഉണ്ടാക്കുക, അതിനൊരു ദേവനെ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഈ കല്ലു, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെ മഅബൂദായത്, ആരാധ്യ വസ്തുക്കളായത് എന്നത് ഒരു പ്രിമിറ്റീവ് സിൻഡ്രം എന്ന് പറയും. മുത്തച്ഛൻ സിൻഡ്രം. പുതിയ കുട്ടികൾ പറയാറുണ്ട് തന്ത വൈബ്. അത് കുട്ടിയോട് വെച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇതൊരു പെരുന്തന്ത വൈബാണിത്. അത്ഭുതം എന്താണോ കാണിക്കുന്നത് അതിനെ ആരാധിക്കുക. ഇത് എത്ര പഴയ ഒരു സംസ്കാരമാണ്, എത്ര പഴയ മനുഷ്യന്റെ ഒരു രീതിയാണ്. പക്ഷേ ഈ പുതിയ ഭൗതികവാദികൾ എന്താ ചെയ്യുന്നത്? ഈ 2000 അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടായപ്പോൾ അത്ഭുതം കാണിക്കുന്നത് സയൻസാണ്. ഇത് അവർ സംസാരം തന്നെ അങ്ങനെയാ വരിക. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമാണ്. ക്ലാസിക്കൽ ഫിസിക്സ് ഇല്ലാതായി, ക്വാണ്ടം മെക്കാനിസം വന്നു. മനുഷ്യനെ കൃത്രിമമായി നിർമ്മിക്കുന്ന റോബോട്ടുകളുടെ ലോകമായി മാറാൻ പോവുകയാണ് അടുത്ത ലോകം. ഒരാൾ ഇവിടെ ഉണ്ടാവുകയും അയാൾ തന്നെ മറ്റൊരു മൾട്ടിവേഴ്സ്, വേറൊരു പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഇനി ഫിസിക്സിന് അസാധ്യമായ കാര്യമല്ല. ഇങ്ങനെയുള്ള ഒരു കാലത്ത് 7-ാം നൂറ്റാണ്ടിലെ സിദ്ധാന്തവുമായിട്ടാണോ നിങ്ങൾ വരുന്നത് എന്നാണ് ഇന്ന് ചോദിക്കുന്നത്. ഇത് ആരുടെ ചോദ്യത്തിന്റെ വകഭേദമോ? ഇത് തീയേക്കാൾ വലുത് ജലമാണെന്ന് പറഞ്ഞ 7000 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഗോത്രവർഗക്കാരന്റെ മനോതലം. വെള്ളത്തേക്കാൾ വലുത് ഇടിയാണെന്ന് മനസ്സിലാക്കിയ, അതിനേക്കാളും വലുത് മിന്നാണെന്ന് മനസ്സിലാക്കിയ, അതിനേക്കാളും വലുത് ഭൂകമ്പമുണ്ടായപ്പോ എല്ലാം തകിടം മറിഞ്ഞു. അപ്പൊ പിന്നെ ഭൂദേവതയാണെന്ന് പറഞ്ഞ ആ സിൻഡ്രമാണ്. പക്ഷേ ഈ ഭൗതികവാദികളുടെ, ഈ ദഹരീങ്ങളുടെ, ഈ ഇൽഹാദിന്റെ അതേ സിദ്ധാന്തമാണ് പിന്നെ ആരും ഏറ്റുപിടിച്ചത്? മുഹമ്മദ് അബ്ദ. വെറുതെ അല്ല. ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് റിദ, കാസിം അമീൻ, മുസ്തഫ മറാഗി, ഹുസൈൻ ഹൈക്കൽ മുതൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ പേര് പറയണ്ടല്ലോ, ഇവരും ഇതേ രോഗമാണ് സൂക്ഷിച്ചത്. കാരണം എന്താ? അവരൊക്കെ എഴുതിയതിൽ തന്നെ, ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് ആഴത്തിൽ പോവുകയല്ല, റിസാലത്തു തൗഹീദാണ് ഇവരുടെയൊക്കെ ഒരു, മുഹമ്മദ് അബ്ദയുടെ ഏറ്റവും വലിയൊരു മാസ്റ്റർ പീസ് കിതാബ്. അതിൽ അദ്ദേഹം വഹീനെ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇബാറത്ത് ഇതാണ്: നുഅരിഫുഹു ബിഅന്നഹു വിജ്ദാനുൻ യജിദുഹു ശഖ്സു മിൻ നഫ്സിഹി മഅൽ യഖീനി ബിഅന്നഹു മിനല്ലാഹി തആല ബിവാസിതത്തിൻ ഔ ബിഗൈരി വാസിതത്തിൻ. അദ്ദേഹം അങ്ങനെയാണ് നിർവചിക്കുന്നത്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് സ്വമേധയാ മനസ്സിലാക്കുന്ന കാര്യമാണ് ദിവ്യബോധനം. നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. അപ്പോ ഈ സ്വമേധയാ ഒരാൾക്ക് തോന്നുന്ന, ഫിലോസഫിയുടെ ഭാഷയിൽ ഇൻഡ്യൂഷൻസ് എന്ന് പറയും, അന്ധപ്രജ്ഞകൾ, തോന്നലുകൾ, അത് ഒരു അവലംബിക്കാൻ പറ്റുന്ന മതത്തിന്റെ പ്രമാണങ്ങളാകാൻ പറ്റുമോ എന്ന് സ്വാഭാവികമായി ചോദ്യം വരുമല്ലോ. അപ്പൊ അദ്ദേഹം അതിനെ നിബന്ധനയായി കൂട്ടിവെച്ചു. കേവലം തോന്നുന്ന വികാരങ്ങളല്ല, മറിച്ച് മഅൽ യഖീൻ, ആ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ടാകണം. ബി അന്നഹു മിനല്ലാഹി തആല, ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണെന്നുള്ള ഉറപ്പുണ്ടാകണം. ബി വാസിതത്തിൻ, ചിലപ്പോഴൊക്കെ ജിബ്രീൽ വരാം. ഔ ബി ഗൈരി വാസിതത്തിൻ, ജിബ്രീൽ അലൈഹിസ്സലാം വരണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു വഹി എന്ന് പറയുന്നത് വഹുവ അശ്ബഹു ബി വിജ്ദാനിൽ ജൂഇ വൽ അത്ശി വൽ ഹുസ്നി വസ്സുറൂർ. അതാണ് റിസാലത്ത് തൗഹീദിന്റെ ഇബാറത്ത്. പ്രവാചകനുണ്ടായ വഹി എന്ന് പറയുന്നത് വിശപ്പ് പോലെ ഒരു അനുഭവമായിരുന്നു, ദാഹം പോലെ ഒരു അനുഭവമായിരുന്നു. എന്തേ അത് ഉദാഹരിച്ചത്?
എനിക്കിപ്പോൾ അല്ലേ, നമ്മൾക്കിപ്പോൾ 1 മണി കഴിഞ്ഞു, വിശക്കുന്നുണ്ട് സാമാന്യം. പക്ഷേ നമുക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് ലബോറട്ടറിയിൽ പോയി തെളിയിക്കേണ്ട കാര്യമില്ല, അതിന് വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ല. കാരണം അത് വിജിതാനാണ് എന്ന് പറഞ്ഞാൽ അത് ബദീഹിയായ ലറൂരിയായ കാര്യമാണ്. അവരുടെ ഭാഷയിലെ എപ്രിയറീസാണ്. ഒന്നും കൂട്ടിയാൽ 2 എന്നുള്ളതിന് തത്വമുണ്ടാവേണ്ട കാര്യമില്ല. അതേപോലെ നബി ഒരു കാര്യം പറഞ്ഞാൽ ഇത് വഹീ മുഖേനയാണ് എന്നുള്ളതിന് വാസ്തവത്തിൽ തെളിവ് വേണ്ട എന്ന് പറയുമ്പോൾ മധുരോദാരമായൊരു വാക്കാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പിറകിലൊരു ചതിയുണ്ട്. വിശപ്പ് പോലെ, ദാഹം പോലെ, വൽ ഹുസൈൻ, എനിക്കിപ്പോ സങ്കടാവുന്നുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ, ഇല്ല നിനക്ക് സങ്കടാവുന്നുണ്ട് എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവ് വേണമെന്നാരും പറയാറില്ല. അല്ലെങ്കിൽ അന മസ്റൂറുൻ ജിദ്ദ എന്നൊരാൾ പറഞ്ഞാൽ അത് നുണയാണെന്നാരും പറയാറില്ല. അത് അവൻ്റെ ഒരു ആത്മനിഷ്ഠമായ കാര്യമാണ്. ഇങ്ങനെ അന്ത്യപ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്തുമായി വന്നാൽ അത് നബിക്ക് തോന്നിയാൽ മതി, അത് തൻ്റെ അവിടുത്തെ ഉള്ളിൽ നിന്ന് സ്വയം തോന്നിയാൽ മതി. അതാണ് വഹി എന്ന് വഹീനെ നിർവചിച്ചു മുഹമ്മദ് അബ്ദ. ഇന്ന് ഈ കാര്യം നമ്മൾ പറയുമ്പോൾ അവർ പറയും അബ്ദ അത് നിഷേധിച്ചിട്ടുണ്ട് എന്ന്. അത് വായി കൊണ്ടെവിടെയോ നിഷേധിച്ചോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ രേഖയിൽ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. എൻ്റെ വിഷയം അതല്ല. വാസ്തവത്തിൽ എൻ്റെ വിഷയം എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് അബ്ദയുടെ ഫാനായിരുന്നു, ഫോളോവേഴ്സായിരുന്നു, പിന്നെ വന്ന ഈ ഈജിപ്ഷ്യൻ സലഫിസത്തിൻ്റെ അല്ലെങ്കിൽ സൗദി സലഫിസത്തിൻ്റെ, ഇന്ത്യൻ സലഫിസത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉപജ്ഞാതാക്കൾ ചിലർ നമ്മളെ പ്രച്ഛന്ന വേഷധാരികളായി നമ്മുടെ കൂടി ആളാവുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ലൈബ്രറികളിൽ ഒരുപക്ഷെ ഉണ്ടാവുന്ന പുസ്തകമാണ് ഹൈക്കലിൻ്റെ പ്രവാചകൻ എന്ന പുസ്തകം. കുട്ടികൾ അതാണ് വായിക്കാറുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൈബിയായ ജ്ഞാനത്തെ, അസാധാരണത്തെ തലങ്ങളെ, മുഅ്ജിസത്തുകളെ, അതിനെ മുഴുവനും നിഷേധിച്ച് ഭൗതികവാദികൾ പറയുന്നത് പോലെ കാര്യകാരണ ബന്ധത്തിന് അധീനമായതിനെ മാത്രം ഉൾക്കൊണ്ടാൽ മതി എന്ന് സിദ്ധാന്തിച്ച് അതിനൊത്ത് മറുപടി പറഞ്ഞ ആളാണ് ഈ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. 1968 ഇസ്രായേൽ, ഇന്നത്തെ ഇസ്രായേൽ തന്നെ നബിദിനത്തിൻ്റെ മീലാദ് ദിനത്തിൽ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക റേഡിയോ നബി പ്രഭാഷണം നടത്താൻ, പ്രവാചക പ്രഭാഷണം, പ്രകീർത്തനം നടത്താൻ ഇസ്രായേലിൽ മുസ്ലിം അറബ് സമൂഹം ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രഭാഷണം നടത്താൻ ഇസ്രായേൽ സയനിസ്റ്റ് നിയന്ത്രിത ഭരണകൂടം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ഹുസൈൻ ഹൈക്കൽ. ഈ ഹുസൈൻ ഹൈക്കലിൻ്റെ പുസ്തകം ഒരുവിധം എല്ലാ കേരളത്തിലെ സുന്നി സ്ഥാപനങ്ങളിലും ഉണ്ട്. അതാണ് കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റാവില്ല. ഞാൻ അങ്ങോട്ടേക്കല്ല പറയുന്നത്. പക്ഷേ അവരും ഭൗതികവാദത്തിൻ്റെ അവർ പച്ചയിൽ എഴുതിയിട്ടുണ്ട്. മുസ്തഫ മറാഗി എഴുതിയിട്ടുണ്ട്. ഖുർആനിലുള്ള അമാനുഷിക സംഭവങ്ങൾ നമ്മൾ മറച്ചു പിടിച്ചാൽ യൂറോപ്യന്മാർ മുഴുവനും മുസ്ലിങ്ങളാകും എന്ന് അൽ അസ്ഹറിലെ ഔദ്യോഗികമായ സ്റ്റുഡൻസ് മജില്ലയിൽ ഈ മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇതൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയില്ല. CN അഹമ്മദ് മൗലവി, KM മൗലവി മാത്രമല്ല ഇവിടെ മുസ്ലിം സമുദായത്തിന് വിപത്തുണ്ടാക്കിയ മനുഷ്യൻ. കൂടെയുണ്ട് CN അഹമ്മദ് മൗലവി, ഹദീസ് നിഷേധി. CN അഹമ്മദ് മൗലവിയൊക്കെ ഈ മുഹമ്മദ് അബ്ദയെ, റഷീദ് റിദയെ, കാസിം അമീനെ അപ്പടി മലയാളപ്പെടുത്തുകയായിരുന്നു. തൻ്റെ വകയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ഈ അബാബീൽ പറവകൾ യൂറോപ്യന്മാരെ ഇസ്ലാമിലേക്ക് കിട്ടണമല്ലോ. ഫിസിക്സ് പഠിച്ച, ബയോളജി പഠിച്ച, കെമിസ്ട്രി പഠിച്ച ആളുകളെ ഇസ്ലാമിലേക്ക് കിട്ടണമല്ലോ. അപ്പം നിങ്ങൾ ഈ അവർക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ വരണ്ട വാദവുമായി വരരുത്. അതാണ് മുസ്ലിം സമുദായത്തോട് അവർക്കുള്ള ഉപദേശം. നമുക്കൊരു കാര്യം ചെയ്യാം, ഭൗതികമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യാഖ്യാനം കൊടുക്കാം. അപ്പോൾ അബാബീൽ പറവകൾ എന്ന് പറയുന്നത് അബൗദ്ധികമായ ഒരു അവതരണമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയത്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചിക്കൻ ബോക്സ് എന്ന് പറയാം, ഹുബ്സ് ഖബായിസ് വൈറസുകൾ എന്ന് പറയാം, ബാക്ടീരിയകൾ എന്ന് പറയാം. അവരുടെ വ്യാഖ്യാനമാണ്. അത് യൂറോപ്യന്മാർക്ക് പെരുത്തിഷ്ടമാണ്. കാരണം ഖുർആനിൻ്റെ നമ്മളും ആ ചതിയിൽ ഒരു പക്ഷേ പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത 23 കൊല്ലം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയതല്ല, സ്ത്രീ വിമോചനം നടത്തിയതല്ല, തൊഴിലാളി വിമോചനം നടത്തിയതല്ല. കാൾ മാക്സ് മുതൽ, എംഗൽസ് മുതൽ, ഗാന്ധിജി മുതൽ, തോമസ് കാർലൈ മുതൽ, ഗിബ്ബൺ മുതൽ, ഫിലിപ്പ് കഹിറ്റി മുതൽ, തോമസ് ആർണോൾഡ് മുതൽ, ആർണോൾഡ് ബി ടോയൻബി മുതൽ, കാർലേ മുതൽ ഒരാളും നബിയെക്കുറിച്ച് നല്ലത് പറഞ്ഞതുമല്ല. അതൊക്കെ റസൂലുള്ളാഹിന്റെ മഹത്വത്തിൻ്റെ 10,000-ൽ 1 മാത്രമാണ്. റസൂലുള്ളാഹിന്റെ മഹത്വത്തിൻ്റെ ഒന്നാമത്തെ ഘടകം
അതിരുകൾ അറിയാത്ത ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് അള്ളാഹു മിണ്ടി എന്ന് നബിയെ തങ്ങളോട് പറയാൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു എന്നുള്ളതാണ്. വഹിയാണ് ഒന്നാമത്തെ പ്രവാചകന്റെ സർവസ്വവും. ബാക്കിയൊന്നുമല്ലല്ലോ, ബാക്കിയൊക്കെ അതുകൊണ്ടുണ്ടായ കാര്യങ്ങളാണ്. പക്ഷേ നോക്കൂ, ഈ വഹിയിന്റെ മുരടിനെയാണ് അവർ നിഷേധിക്കുന്നത്. കാരണം അവർക്ക് അതിൽ ലക്ഷ്യമുണ്ട്. ആ ഒരു ഭൗതികവാദത്തിനൊത്ത് അവർ വ്യാഖ്യാനം നടത്തിയപ്പോൾ സ്വയം ഇസ്ലാം ഉണ്ടായി. ഞാൻ എൻ്റെ വാക്കുകൾ ഈ ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. അതാണ് ഇന്നും കേരളത്തിലുള്ളത്. ഇപ്പോ ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്, സിയാദ്ദീൻ സർദാർ കൊട്ടിഘോഷിക്കപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിന്റെ വേറെ പുസ്തകമാണ്, അതിന്റെ മറ്റൊരു പതിപ്പാണ് മെനിയാന്ന് ഇവിടെ പുറത്തിറങ്ങിയ KT ജലീലിന്റെ സ്വർഗസ്ഥനായ ഗാന്ധി. ഇതൊക്കെ ഒരു വേരാണ് വാസ്തവത്തിൽ. എന്താ, ഇസ്ലാമിൽ താടി വെക്കൽ സുന്നത്തില്ല. ഈ ഇസ്ലാം റീതിങ്കിങ്, അദ്ദേഹം അസ്ഗർ അലി എഞ്ചിനീയറിന്റെ പുസ്തകം. അതായത് ഞാൻ വ്യക്തികളെ പരാക്ഷേപം നടത്തുകയല്ല, ഇവരൊക്കെ ട്രാപ്പിലായ ആസൂത്രിതമായ ഒരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിം ഏതാണെന്ന് ചോദിച്ചാൽ, ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ പിന്താങ്ങി ജീവിക്കുന്ന ഭൗതികന്മാരെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ മൗലിക സാരാംശമായ ദിവ്യബോധനത്തെ, അമാനുഷിക സംഭവങ്ങളെ, മുഅ്ജിസത്തിനെ, കറാമത്തിനെ, ഇർഹാസാത്തുകളെ, മഅൂനാത്തുകളെ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പോ അവര് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂപ്പർ മാക്സിന്റെ ബ്ലേഡ് ഇല്ലാത്തത് കൊണ്ടാണ് താടി വെച്ചത്. ബാർബർ കടയും ശുരകപ്പിടികയും ഇല്ലായിരുന്നു. അബൂജഹലിനും താടി ഉണ്ടായിരുന്നു. ന്യായങ്ങളുണ്ട്. അതൊരു ഇസ്ലാമിക രീതിയല്ല, അതുകൊണ്ട് താടി വെക്കേണ്ടതില്ല. വ്യഭിചാരികളെ അതിൻ്റെ നിബന്ധനകളൊത്താൽ എറിഞ്ഞു കൊല്ലേണ്ട കാര്യമില്ല. കാര്യം എന്താ, അന്ന് ഇതേപോലെ ഈ സൈക്കോ ഹീലിംഗ് കൗൺസിലിങ്ങുകൾ, ഈ സൈക്കോളജി ഇത്രത്തോളം അല്ലെങ്കിൽ സൈക്കാട്രി വികസിച്ചിട്ടില്ല. അപ്പൊ അന്ന് എറിഞ്ഞു കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്ന രീതി. ഇന്ന് അവരെയൊക്കെ നമുക്ക് കൗൺസിൽ ചെയ്ത് നന്നാക്കാം. അപ്പോ ആ ഒരു അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ, ഈ പറയുന്നത് പോലെ ദീനിന്റെ മുരട് എന്ന് പറയുന്നത് ഭൗതികതയല്ല, കൺകൊണ്ട് കാണുന്നതിനപ്പുറം ലോകങ്ങളുണ്ട്. ഈ അത്ഭുതങ്ങൾ കണ്ട് കണ്ടതിൽ ഈശ്വരത്വം, കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അമർന്നു വീണു നിരസ്ത വിശ്വാസര അറേബ്യക്കാർ. കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പലവട്ടവും ഞാൻ. ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ല അല്ലാഹു സർവാതിശക്തനേകൻ. വള്ളത്തോളിൻ്റെ ഒരു വരിയാണ്, കുറച്ച് വരികളാണ്. ഇപ്പോൾ ഇത് മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ വരി അതിൻ്റെ ഒരു അർത്ഥം ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര അതൊരു തെനാക്കുതല്ലേ എന്ന് തോന്നും. എന്താ അയാൾ പറയുന്നത്? പക്ഷേ ഈ പറയുന്ന മുജാഹിദും ജമാഅത്തും സലഫികളും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെയാണത് ശരിയാന്നുള്ളതിൻ്റെ തെളിവ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കണ്ടതിൽ ഈശ്വരത്വം എന്താണോ അത്ഭുതകരമായി കാണുന്നത് അതൊക്കെയാണ് ഈശ്വരൻ എന്ന് കൽപ്പിച്ചു നടന്നൊടുക്കും. അങ്ങനെ കൽപ്പിച്ച് ഒടുവിൽ എന്തായിന്നറിയോ? നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു. യുക്തിവാദികളായി മാറി, സ്വതന്ത്ര ചിന്തകരായി മാറി, നിരീശ്വരവാദികളായി മാറി ഖുറൈശികൾ അല്ലെങ്കിൽ അറബികൾ. അപ്പൊ റസൂലുള്ള അവരോട് പറയുകയാണ്, കുറുമ്പ് മാറാത്ത ഖുറൈശി വര്യർ. പറയുന്നത് തെറ്റാണെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം അമർന്നുപോയ ആ അറബ് സമൂഹം അവരോട് പറഞ്ഞു, നിങ്ങൾ കൈകൂപ്പി ആരാധിക്കുന്ന കല്ലോ മരമോ വിഗ്രഹമോ പ്രതിഷ്ഠയോ പ്രതിമയോ അല്ല, അല്ലാഹു സർവാതിശക്തനേകൻ. ഇവിടെ ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ശംസുൽ ഉലമയുടെ അദ്ദേഹത്തിൻ്റെ മൻഹജിലുള്ള ആളുകളുടെ അവതരണങ്ങൾ പോലും എങ്ങനെയാണ്. ഇപ്പോൾ ഔലിയാക്കളുടെ കറാമത്തൊക്കെ വിശദീകരിക്കുമ്പം പറയും, ഫോണൊക്കെയാണ് ഉദാഹരിക്കാറുള്ളത്, സിം കാർഡൊക്കെയാണ് ഉദാഹരിക്കാറുള്ളത്. ഇന്ന് നമുക്ക് ഇവിടെയുള്ള ഒരാൾക്ക് അമേരിക്കയിൽ ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ അത് സിം കാർഡ് വേണം, അതിൽ ഡാറ്റ ബാക്കിയാവണം, അതിൽ കാശ് വേണം. ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ വായുവിലൂടെ തരംഗങ്ങളായി അവിടെയുള്ള ടവർ ഏറ്റെടുക്കുകയും അത് വായുകമ്പനങ്ങളെ ശബ്ദതരംഗങ്ങളായി ശ്രോതാവിൻ്റെ കാതിൽ അലയടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതൊരു ഭൗതികമായ സംവിധാനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് സിമ്മ് വേണ്ട, ഡാറ്റ വേണ്ട, ടവർ വേണ്ട. ഇതിനെ ഈ ഒരു തംസീൽ,
പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും സുന്നി സമൂഹത്തെ അത്ഭുതപ്പെടുത്തില്ല. സുന്നി പണ്ഡിതന്മാർ അത് കാണുമ്പോൾ ഇതിനേക്കാളും വലുത് വരാനുണ്ട് എന്നേ ചിന്തിക്കുകയുള്ളൂ. കാരണം എന്താ? മരിക്കുന്ന അവസരത്തിൽ അവൻ ഒന്നാമത്തെ ശ്വാസം മുതൽ അവസാന ശ്വാസം വരെ ശ്വാസം ചെലവഴിച്ച സന്ദർഭങ്ങൾ പ്രിന്റ് ഔട്ടായി കാണും എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാണും. ഇന്നെങ്ങനെ ചിന്തിക്കുക? പക്ഷേ ഇന്ന് കണ്ടു, ഒരു ചെറിയ നഖത്തിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു മൈക്രോ ചിപ്പിനകത്ത് എത്ര GB കടന്ന് TB കടന്ന് അതിനേക്കാളും വലിയ മെമ്മറികളല്ലേ സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇടത് മുതുകിലും വലത് മുതുകിലും എങ്ങനെ എഴുതാം? അത് അത്ഭുതകരമായ കാര്യമായി നമുക്ക് തോന്നുന്നില്ല. നന്മ തിന്മകൾ തൂക്കുക. ഒരാൾ ഇവിടെ കാണുന്നു, പിന്നെ ഒരാളെ മക്കയിൽ കാണുന്നു. വഫാത്തിന്റെ വേളയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു കാല് പലസ്തീനിൽ വെച്ചു, മറ്റേ കാല് മക്കത്ത് വെച്ചു. എങ്ങനെ തൊയ്യിൽ അർളുണ്ടായി? 1000 കൊല്ലം തിരിച്ചിട്ടാണ് ഒരാൾ തിരിച്ചു വരുന്നത്. വെള്ളിയാഴ്ച കുളിക്കാൻ പോകുമ്പോൾ ഒരനുഭവം, കുളിച്ച് മുങ്ങി വന്ന് നോക്കുമ്പോൾ വേറെ ദ്വീപ്, വേറെ അനുഭവം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. നിമിഷാംശങ്ങൾക്കുള്ളിൽ എങ്ങനെയാ ടൈം വ്യത്യാസപ്പെട്ടത്? ഈ റിലേറ്റിവിറ്റി കാലത്ത് അത് അത്ഭുതകരമായി മാറുന്നുണ്ടോ? ഒരു രാവിന്റെ അംശത്തിനകത്ത് വെച്ച് മക്കയിൽ നിന്ന് ആകാശത്തിന്റെ അപ്പുറത്ത് പോയി എങ്ങനെ അള്ളാഹുവിനെ കണ്ട് പ്രവാചകൻ വന്നു? ഇന്നത് അത്ഭുതകരമായി ഒരു കാര്യമായി മാറുന്നുണ്ടോ? ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ അഖീദയെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ അന്നേ പറഞ്ഞു, അൽ മുൻഖിദു മിനൽ ളലാലയിൽ ഗസാലി ഇമാം റഹിമഹുല്ലാഹു ഹുജ്ജത്തുൽ ഇസ്ലാം അന്നേ പറഞ്ഞു, കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നിർബന്ധമുള്ള ഒരു സംഗതിയല്ല. തീ വീണാൽ കരിയണമെന്നില്ല, മഴ പെയ്താൽ നനയണമെന്നില്ല. അതൊരു ആദത്താണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പോലും അതാണ്. സബബിന്റെയും മുസബബിന്റെയും ഇടയിൽ മുലാസമത്തില്ല. തീ വീഴുന്നു, കരിയുന്നു, അങ്ങനെ കാണുന്നുണ്ട്. അതേസമയം കരിക്കാനുള്ള കൂവത്ത് തീക്കില്ല, നനക്കാനുള്ള ശക്തി വെള്ളത്തിനില്ല. വെള്ളം വീഴുമ്പോൾ നനയുന്നു ശരി, തീ വീഴുമ്പോൾ കരിയുന്നു. പക്ഷേ തീക്ക് കരിക്കാനോ വെള്ളത്തിന് നനക്കാനോ ഉള്ള ശക്തി ആ ഫീകുല്ലി ആനിം വഹീൻ നിമിഷാംശങ്ങളിൽ അള്ളാഹു കൊടുക്കുകയാണ്. അല്ലാതെ അതിൽ ഇൻവെസ്റ്റഡ് ആയ ഒരു സിദ്ധിയില്ല. അതുകൊണ്ട് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തെ ഒരു റെഗുലാരിറ്റി മാത്രമാണ്, ആദത്ത് മാത്രമാണ് എന്ന് 950 കൊല്ലം മുമ്പ് ഗസാലി ഇമാം ആരോട് പറഞ്ഞു? അതിനു മുമ്പേ ജീവിച്ചു പോയ അരിസ്റ്റോട്ടലിനോട്, ഫാറാബിയോട്, ഗാലനോട്, എപ്പിക്കുറസിനോട്, പ്ലാറ്റയോട്, ഡീമോക്രാത്തീസിനോട്, എല്ലാവരോടും പറഞ്ഞു. പക്ഷേ 2000 അടുത്തെത്തുമ്പോഴേ ലോകത്തിനത് മനസ്സിലായുള്ളൂ. 2000 കൊല്ലം അല്ലേ 3000 കൊല്ലം ലോകവും വിചാരിച്ചു തീ വീണാൽ കരിഞ്ഞിരിക്കും, മഴ പെയ്താൽ നനഞ്ഞിരിക്കും. അതല്ലേ നമ്മൾ മബാദിയിൽ പഠിക്കുന്നത്, അതല്ലേ മൈബദിയിൽ പഠിക്കുന്നത്. അൽ ഇലലുൽ അർബഅ, കാരണങ്ങൾ ഒത്തുകൂടിയാൽ കാര്യമുണ്ടാകൽ നിർബന്ധമാണെന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അതിവിടെ സി രവീന്ദ്രൻ കൂട്ടനും പറയുമ്പോൾ അവരെന്താ അവകാശപ്പെടുന്നത്? ഇതാണ് സയൻസ്. പക്ഷേ എന്നിട്ട് ആധുനികവാദം പറയും. പക്ഷേ 3000 കൊല്ലം മുമ്പ് കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പാട്ടവിളക്കിന് മണ്ണെണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അക്കാലക്കാര് പറഞ്ഞ മുടന്തൻ തിട്ടൂരമാത്. പക്ഷേ ഇന്ന് സയന്റിസ്റ്റുകൾ പറഞ്ഞു കോസാലിറ്റി നിർബന്ധമല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സബബ് മുസബബ് മുലാസമത്ത് നിർബന്ധമല്ല. 100 ഡിഗ്രി അടുപ്പിൽ തീ അല്ലെങ്കിൽ ഊഷ്മാവുണ്ടായാൽ വെള്ളം തിളക്കുന്നുണ്ട്. പക്ഷേ 100 ഡിഗ്രി ആയാൽ വെള്ളം തിളക്കണം എന്നില്ല. അങ്ങനെ കാണുന്നു. അതിനുപയോഗിക്കുന്ന വാക്ക് കസ്റ്റം എന്നാണ്. ഗസാലി ഇമാം ഉപയോഗിച്ച വാക്ക് ആദത്ത് എന്നാണ്. ഒരു മുക്കാറന അങ്ങനെ സംഭവിക്കുന്നു. എന്നിട്ട് അതിനെ ആധുനിക സയൻസ് അതിന് ഉദാഹരിക്കുന്നത് ഒറ്റ വാക്ക് എന്താണെന്നറിയോ? ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ ഒരു ബെല്ലടിച്ചാൽ കുട്ടി അധ്യാപകന്റെ അരികിലേക്ക് പോകും. അല്ലെങ്കിൽ പ്യൂൺ ബെല്ലടിച്ചാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയോടും. എന്നിട്ട് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ച മനുഷ്യൻ ഡേവിഡ് ഹ്യൂം, ജോൺ സ്റ്റോട്ട് മിൽ, ചില്ലറക്കാരല്ല, ഞാൻ വിഷയം ഡീറ്റെയിൽ ആക്കുകയല്ല, അവരുദാഹരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ലോകത്തോട് ചോദിക്കുന്നു, മുജാഹിദിനോട് ചോദിക്കുന്നു എന്ന് സാന്ദർഭികമായ അർത്ഥം എന്താണെന്നറിയോ? ഈ പ്യൂണിന്റെ ബെല്ലടിയും കുട്ടിയുടെ ഇറങ്ങിയോടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
അവിടെ ആരെങ്കിലും പറയുമോ ഈ പ്യൂണ് ബെല്ലടിക്കുക എന്നുള്ളത് സബബും കുട്ടികൾ ഇറങ്ങിയോടുക എന്നുള്ളത് മുസബബുമാണെങ്കിൽ ആ സബബ് മുസബബിന്റെ ഇടയിൽ മുലാസമത്തുണ്ട് എന്ന് ലോകത്തേതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യൻ പറയോ? ബെല്ലടിക്കുമ്പോഴൊക്കെ കുട്ടികൾ ഇറങ്ങി ഓടുന്നുണ്ടോ? ഇനിയല്ലേ ബെല്ലടിച്ചു, 4 മണിന്റെ ബെല്ല് തന്നെ, പക്ഷേ സ്കൂളിന്റെ മുറ്റത്ത് വലിയൊരു കാട്ടാന അല്ലെങ്കിൽ ഒരു പേപ്പട്ടി അല്ലെങ്കിൽ പ്യൂൺ അടിച്ചു, പക്ഷേ ഹെഡ് മാസ്റ്റർ പറഞ്ഞു തിരികെ നടക്കാൻ, അല്ലെ മഴയാ ബസ്സെത്തിയില്ല, കുട്ടി പോവില്ല. അപ്പൊ അതൊരു കഷ്ടമാണ്, നിർബന്ധമായ കാര്യമല്ല. അവരതിന് പേരിട്ടു ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോ 950 കൊല്ലം മുമ്പ്, 1400 കൊല്ലം മുമ്പ് നമ്മുടെ അഖീദ ശരിപ്പെടുത്തിയ അതിന്റെ ശാരികൾ, അതിന്റെ അയിമത്ത്, അവര് പറഞ്ഞു അതത് സമയം അള്ളാഹു കൊടുക്കുന്ന കഴിവേ ഉള്ളൂ. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. അതുകൊണ്ടൊരു മനുഷ്യന് ഒരു പക്ഷേ ഇപ്പോ നമ്മുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് ഈ വേദിയുടെ ഫ്ലക്സിന്റെ അപ്പുറം കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ സെക്കൻഡിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പടിഞ്ഞാറോട്ട് അറബ് രാജ്യങ്ങൾ കാണാൻ കഴിഞ്ഞേക്കാം, ആഫ്രിക്ക കാണാൻ കഴിഞ്ഞേക്കാം, അമേരിക്ക കാണാൻ കഴിഞ്ഞേക്കാം, തിരികെ നിന്നാൽ നിങ്ങൾക്ക് സൈബീരിയ കാണാൻ കഴിഞ്ഞേക്കാം. നമുക്ക് എന്തുകൊണ്ടാ? ഇത്ര കാണാനുള്ള ശക്തി അള്ളാഹു ആണ് തന്നതെങ്കിൽ അതിനപ്പുറവും കാണിക്കാനുള്ള ശക്തി അള്ളാഹുവിനുണ്ടല്ലോ എന്നുള്ളതാണ് ആധുനിക സയൻസ് നമ്മളോട് പറയുന്നത്. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കെയാണ് മതത്തിന്റെ മൗലികമായ അർത്ഥങ്ങളിൽ നിന്ന് ദീനിന്റെ ആത്മാവിനെ വിഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു പുതിയ ഇസ്ലാമുമായി ആളുകൾ വരുന്നത്. നിങ്ങൾ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാകും മലയാളത്തിലെ ഒരു കവിയുടെ ഒരു വലിയ വൈറലായ പ്രസംഗം. എന്തേ പറയുന്നത്? എല്ലാവരുടേതുമാണ് ഇസ്ലാം. ആർക്കാ അതിൽ എതിരഭിപ്രായമുള്ളത്? പ്രപഞ്ചത്തിൻ്റെതാണ് ഇസ്ലാം. അദ്ദേഹത്തെ നമ്മൾ തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടേത് മാത്രമല്ല ഇസ്ലാം, എല്ലാ മനുഷ്യരുടേതുമാണ് ഇസ്ലാം എന്നാണ്. അദ്ദേഹം വലിയ ആളാവാൻ നോക്കിയതാണ്, പക്ഷെ അദ്ദേഹം അതിനേക്കാളും ചെറുതായി. നമ്മൾ പറയുന്നത് എന്താ? ഈ പ്രപഞ്ചത്തിന്റെ ദീനാണ് ഇസ്ലാം, ഈ പ്രപഞ്ചത്തിന്റെ മതമാണ്. സൂര്യനൊരു മതമുണ്ട് ഇസ്ലാം, ചന്ദ്രന്റെ മതമാണ് ഇസ്ലാം, ഗാലക്സിന്റെ മതമാണ് ഇസ്ലാം, മിൽക്കി വേന്റെ മതമാണ് ഇസ്ലാം, തരുവിന്റെ താഴത്തിന്റെ എല്ലാ കണികയുടെ കണത്തിന്റെ വസ്തുവിന്റെ വസ്തുതയുടെ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവനുള്ളത് ജീവനില്ലാത്തത്, പക്ഷേ അവിടെ ഒരു ഫ്രെയിം ഉണ്ട്. എന്താ ഫ്രെയിം? അബൂലഹബിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അബൂലഹബിന്റെ പേരിലായിരുന്നു ആ പ്രഭാഷണം. അബൂലഹബിനെ അള്ളാഹു ശപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിൽ പാടിക്കോ, പക്ഷെ അത് പ്രമാണമാക്കാൻ പാടില്ല. കാരണം അത് വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ ഇജാസിന്റെ തെളിവാണ്. അബൂലഹബും പത്നിയും നേരാവില്ല എന്ന് ഖുർആൻ പ്രവചിച്ചതിന് ശേഷവും അബൂലഹബുണ്ട് ഭൂമിയിൽ, അബൂലഹബിന്റെ പത്നിയുമുണ്ട് ഭൂമിയിൽ. അബൂലഹബും പത്നിയും വീട്ടിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കുന്നുവെന്നിരിക്കട്ടെ, നമ്മൾ നന്നാവില്ല എന്നാണ് മുഹമ്മദിന്റെ ഖുർആനിലുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ചെന്നുകൊണ്ട് മുഹമ്മദിനോട് പറയാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുൻ റസൂലുള്ളാഹ്. തബ്ബത് യദാ അബീ ലഹബ് എന്ന അധ്യായം എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും പ്രവാചകൻ? സൂറത്തുൽ മസദ് എവിടെ കൊണ്ടുപോയി ഒളിപ്പിക്കും? സഹാബികൾ ചോദിക്കില്ലേ, നബിയെ ഇതെന്ത് വർത്താന? ഇന്നലെ നിങ്ങൾ പറഞ്ഞു അബൂലഹബ് നന്നാവാൻ പോകുന്നില്ല, പത്നി നരകാവകാശിയാണെന്ന് പറഞ്ഞു. പക്ഷേ പ്രത്യക്ഷത്തിലെങ്കിലും ഇതാ ഇവര് പറയുന്നു അവർ വിശ്വാസികളാണെന്ന്. എത്രയോ വചനങ്ങൾ. വലീദ് ബിൻ മുഗീറയെ സംബന്ധിച്ച് ഹമ്മാസാണ്, നമ്മാമാണ്, അദ്ദേഹം സനീമാണ്, അദ്ദേഹം എല്ലാ ഒരുവിധം ഖുർആൻ 9 ഒരുപക്ഷെ തെറിവാക്കുകൾ എന്ന് പറയാൻ പറ്റുന്ന പ്രയോഗം നടത്തി വലീദിനെ ശപിച്ചു. ഖുർആനിൽ ശാപമില്ലേ? അതിന് കാരണമുണ്ട്. പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തി കവിയാണ്, ഭ്രാന്തനാണ്, സാഹിറാണെന്ന് പറഞ്ഞപ്പോ ഫിർഔനെ കുറിച്ച് പോലും ഇന്നഹു തഗ എന്ന ഒറ്റ വാക്കിൽ ഒതുക്കിയ അള്ളാഹു നബിയെ നിന്ദിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 9 തെറി പറഞ്ഞു വലീദിനെ. ആ വലീദിനെ ശപിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നബി എന്തിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? നല്ല ഒരു മനുഷ്യനായി ജീവിക്കൂ എന്ന് ആളുകളോട് പറയാനേ അല്ലല്ലോ. നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയായി തുടരൂ, നസാറയായി തുടരൂ. നിങ്ങൾ നല്ല യഹൂദനായി തുടരൂ. നിങ്ങൾ നല്ല നിരീശ്വരവാദിയായി ദഹരിയായി തുടരൂ. ഞങ്ങൾ നല്ല മുസ്ലിമായി മദീനയിൽ മക്കയിൽ മുസ്ലിമായും തുടരാം. അങ്ങനെ ഒരു മാഗ്നാകാഠയായിരുന്നു പ്രവാചകൻ മുന്നോട്ട് വെച്ചതെങ്കിൽ നബി ആഘോഷിക്കപ്പെടില്ലേ മക്കയിൽ? അനുമോദിക്കപ്പെടില്ലേ മദീനയിൽ? ആർക്കെന്ത് പരാതി ഉണ്ടാകും? അതല്ല നബി പറഞ്ഞത്. തൗറാത്തിനെ നിങ്ങൾ മാറ്റി, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇഞ്ചീലിനെ നിങ്ങൾ മാറ്റി, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഷിർക്ക് തെറ്റാ, ഇങ്ങോട്ട് വാ.
ഈ പ്രപഞ്ചത്തിന്, ഈ പ്രാപഞ്ചിക പ്രാതിഭാസികതയുടെ പിറകിൽ ഏകനായ അഹദായ ഫർദായ ഒരു അള്ളയുണ്ട്. ഇങ്ങോട്ട് വാ, അത് പറയാനല്ലേ നബി വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് നബി ഒരു മതേതര പ്രവാചകനാണ് എന്ന് കാണിക്കേണ്ടത് എന്തിന്റെ കേടാ? അതിന്റെ കൺക്ലൂഷനാണ് ഇവിടെ ഉണ്ടായത്. നമ്മൾ ആരും പറയുന്നില്ല മഹാത്മാഗാന്ധി നരകത്തിലോ സ്വർഗത്തിലോ, അത് പറയാൻ നമുക്ക് തക്ലീഫുണ്ടോ? ആരാണ് അങ്ങനെ പറയാൻ പറഞ്ഞത്? ആരൊക്കെയാണ് സ്വർഗത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ആളുകളെ കുറിച്ച് നമുക്ക് പറയാം. ആരൊക്കെയാണ് നരകത്തിൽ എന്ന് ഖുർആനോ ഹദീസോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥിരപ്പെട്ട പ്രമാണം കൊണ്ട് അങ്ങനെ സ്ഥാപിതമായവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയാം നരകത്തിലാണെന്ന്. ബാക്കി കുഫാർ നരകത്തിലാണ്, അവിശ്വാസികൾ നരകത്തിലാണ്, മോമിനീങ്ങൾ സ്വർഗത്തിലുമാണ്. എങ്ങനെയാണ് മരണം എന്നുള്ളത് അള്ളാഹുവിന് അറിയുന്ന യാഥാർത്ഥ്യമാണ്. ആരാണ് ഇയാളെ ഏൽപ്പിച്ചത്? ബാബ ആംധയില്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. കാൾ മാക്സ് ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഒരു ട്രോള് കണ്ടു, വേറെ കുറെ ആളുകൾ ക്യൂ ആണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ടിക്കറ്റിന്. വല്ലാതാവുകയും വേണ്ട, ഇല്ലാതാവുകയും വേണ്ട. നമ്മുടെ അഖീദ എന്താ? ശംസുൽ ഉലമ പറയാറുണ്ട്, ഇവരൊക്കെ മലത്തിലെ കൃമി നോക്കിയാൽ മതി, മതത്തിന്റെ പ്രമാണം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന്. ഇവിടെ MES പറഞ്ഞില്ലേ, നിങ്ങൾ ശരീരത്തിന്റെ രോഗം നോക്കൂ, ശരീരത്തിന്റെ രോഗം നോക്കാൻ ഞങ്ങൾ സമസ്തയുണ്ട് എന്ന് പറഞ്ഞതാണ് അവരോട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ദീൻ പറയേണ്ടത് ദീനിന്റെ ആളുകളാ. അതിന്റെ ഒരു കൃത്യമായ ഋജുവായ ഒരു ഫ്രെയിമാണ് മഹാനവറുകൾ ഇവിടെ ഉണ്ടാക്കി തന്നത്. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുമ്പോൾ ഒരുപാട് സമയം പോകും.